അണ്ണാ DMKയെ പിളർത്തി മുഖ്യമന്ത്രി വിജയ്. സഭയിൽ 144 MLA-മാരുടെ പിന്തുണ തെളിയിച്ച് വിജയ് സർക്കാർ. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് DMK. ജനപ്രിയ തീരുമാനങ്ങളെടുത്ത വിജയ് സർക്കാരിനെ ആശംസ അറിയിച്ച് കമൽഹാസനും വിശാലും. ക്രിമിനലുകളെ ഒതുക്കാൻ ദളപതി സ്റ്റൈൽ പയറ്റാൻ വിജയ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അത്യന്തം നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ച് വിജയ് സർക്കാർ കരുത്തുകാട്ടിയിരിക്കുകയാണ്. കേവല ഭൂരിപക്ഷത്തിന് 117 പേരുടെ പിന്തുണ മതിയായിരുന്നിട്ടും സഭയിൽ നടന്ന വോട്ടെടുപ്പിൽ 144 MLA-മാരുടെ കൂറ്റൻ പിന്തുണയോടെയാണ് ദളപതി വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമുറപ്പിച്ചത്. സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമായിരുന്ന ഈ നിർണായക ഘട്ടത്തിൽ AIADMKയിൽ വിള്ളലുണ്ടാക്കി വിജയ് തന്നിലെ രാഷ്ട്രീയ ചാണക്യനെ എതിരാളികൾക്ക് ബോധ്യപ്പെടുത്തി. 119 MLA-മാരുടെ മാത്രം പിന്തുണയുണ്ടായിരുന്ന സർക്കാരിനെ AIADMKയിലെ 25 വിമത MLA-മാർ പിന്തുണച്ചത് രാഷ്ട്രീയ നിരീക്ഷകരെ പോലും ഞെട്ടിച്ചു. ഈ നീക്കത്തോടെ എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള AIADMK ഔദ്യോഗികമായി പിളർന്നു എന്ന് മാത്രമല്ല, സഭയിൽ EPS പക്ഷം വെറും 22 പേരിലേക്ക് ഒതുങ്ങുകയും ചെയ്തു. ഭരണപക്ഷത്തെ അട്ടിമറിക്കാൻ കരുനീക്കിയ പ്രതിപക്ഷത്തിന് സ്വന്തം പാളയത്തിലെ ചോർച്ച തടയാനായില്ല എന്നത് വിജയുടെ രാഷ്ട്രീയ തന്ത്രജ്ഞതയ്ക്കുള്ള അംഗീകാരമായി മാറി. അതേസമയം സഭയിൽ മറ്റൊരു ശ്രദ്ധേയമായ നീക്കം നടന്നത് DMKയുടെ ഭാഗത്തു നിന്നാണ്. വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ ഉദയനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ DMK അംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. 5 MLA-മാർ ഒരു പക്ഷത്തോടും ചേരാതെ വിട്ടുനിന്നപ്പോൾ പ്രതിപക്ഷത്തിന്റെ വോട്ടുകൾ ഭിന്നിച്ചതും വിജയ് സർക്കാരിനെ കാര്യങ്ങൾ എളുപ്പമാക്കി. 144 വോട്ടുകൾ നേടി വിശ്വാസപ്രമേയം പാസ്സായതോടെ അടുത്ത 6 മാസത്തേക്ക് യാതൊരുവിധ ഭീഷണിയുമില്ലാതെ ഭരണം തുടരാൻ വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് സാധിക്കും. ദ്രാവിഡ രാഷ്ട്രീയത്തിലെ അധികായന്മാർക്ക് മുന്നിൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുമായി എത്തിയ വിജയ് ആദ്യത്തെ കടമ്പ വിജയകരമായി പിന്നിട്ടത് തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള സംഭവമായാണ് വിലയിരുത്തപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ കൂറുമാറിയ MLA-മാർക്കെതിരെയുള്ള നടപടികളും പ്രതിപക്ഷ നിരയിലെ പുനർചിന്തകളും തമിഴ് രാഷ്ട്രീയത്തെ കൂടുതൽ കലുഷിതമാക്കും. അതേസമയം TVK സർക്കാർ കുതിര കച്ചവടം നടത്തുന്നുവെന്ന മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ആരോപണത്തിന് വിജയ് നിയമസഭയിൽ മറുപടി നൽകി. സർക്കാർ കുതിരയുടെ വേഗതയിൽ പ്രവർത്തിക്കും, എന്നാൽ MLA-മാരെ വിലക്കെടുക്കുന്ന കുതിര കച്ചവടത്തിൽ ഏർപ്പെടില്ലെന്നായിരുന്നു വിജയുടെ മറുപടി. തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് പിന്നാലെ ജനപ്രിയ തീരുമാനങ്ങളുമായി മുന്നേറുന്ന ജോസഫ് വിജയെ പ്രശംസിച്ചുകൊണ്ട് സിനിമ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ രംഗത്ത് വന്നു. സംസ്ഥാനത്തുടനീളമുള്ള ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്റർ പരിധിയിലുള്ള 717 മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടാനുള്ള മുഖ്യമന്ത്രിയുടെ ഉത്തരവിനെ തമിഴ് സിനിമാ ലോകത്തെ പ്രമുഖരായ കമൽഹാസനും വിശാലും സ്വാഗതം ചെയ്തു. സംസ്ഥാനത്ത് ഗുണ്ടകളുടെ വിളയാട്ടം അവസാനിപ്പിക്കാൻ വിജയ് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ യോഗത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ വിട്ടുവീഴ്ചയില്ലാത്ത ഭാഷയിൽ താക്കീത് നൽകി. നിയമം ഇപ്പോൾ പഴയതുപോലെയല്ല. പ്രധാന കുറ്റകൃത്യ നിയമങ്ങളെല്ലാം സർക്കാർ പരിഷ്കരിച്ചു കഴിഞ്ഞു. വളരെ കർക്കശമായ നടപടികളാണ് ഇനി ഉണ്ടാവുക. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ സാമ്പത്തികമായി തളർത്താൻ നിയമത്തിന് സാധിക്കും. അത്തരമൊരു അവസ്ഥ വന്നാൽ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുടുംബവും കഷ്ടപ്പെടും. ഇതായിരുന്നു ക്രിമിനൽ ബന്ധമുള്ളവരോട് പോലീസ് നൽകിയ മുന്നറിയിപ്പ്. സമൂഹത്തിൽ സമാധാനം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ പോലീസ് ആഘോഷവേളകളിലെ അക്രമങ്ങൾക്കെതിരെ കർശന നിലപാട് പ്രഖ്യാപിച്ചു. മദ്യപിച്ച് തെരുവുകളിൽ വഴക്കുണ്ടാക്കുക, മറ്റുള്ളവരുടെ ഇടങ്ങളിലേക്ക് അതിക്രമിച്ചു കയറി ബൈക്ക് ഓടിക്കുകയോ അപകടങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുക, ജല്ലിക്കെട്ട്, ക്ഷേത്രോത്സവങ്ങൾ, നൃത്തനൃത്യങ്ങൾ എന്നിവയ്ക്കിടയിൽ മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കുക, മദ്യപാന സദസ്സുകളിലെ തർക്കങ്ങൾ അടിപിടിയിലും വെട്ടിലും എത്തിക്കുക, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും അനുവദിക്കില്ലെന്നും ഇത് കുടുംബങ്ങളുടെ സമാധാനം കൂടി തകർക്കുമെന്നും പോലീസ് ചൂണ്ടിക്കാട്ടി. ഇങ്ങനെ തമിഴ് ജനതയെ ബാധിക്കുന്ന ഓരോ വിഷയങ്ങളിലും വളരെ പെട്ടെന്ന് തന്നെ ഇടപെടലുകൾ നടത്തി വിജയ് സർക്കാർ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയരാനുള്ള ശ്രമത്തിലാണ്.
6 മാസം കഴിയാതെ TVK സർക്കാരിനെതിരെ ശബ്ദിക്കേണ്ടതില്ലെന്നതാണ് പ്രതിപക്ഷത്തുള്ള DMKയുടെ തന്ത്രം. വിജയ് സർക്കാരിനെതിരെ ഇപ്പോൾ ശബ്ദിക്കുന്നത് ജനവികാരം വീണ്ടും എതിരാക്കുമെന്ന് സ്റ്റാലിനും സംഘവും വിലയിരുത്തുന്നു. ജനകീയ വിഷയങ്ങളിൽ ഇടപെടാൻ അവസരം വരുമ്പോൾ അവിടെ നിന്ന് പ്രതിപക്ഷ സ്വരം ഉയർത്താമെന്നതാണ് സ്റ്റാലിന്റെ തീരുമാനം. മുഖ്യമന്ത്രി വിജയ് ആകട്ടെ പ്രതിപക്ഷത്തെ അടിച്ചിരുത്താൻ ഉതകുന്ന രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കാനുള്ള അണിയറ നീക്കങ്ങളിലും